Hello dears, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1 to 2 ഇയർ സമയത്ത് ഞങ്ങളുടെ മോൾക്കായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്ത ഫുഡ് റൂട്ടീനിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളുടെ മോള് രാവിലെ എന്നും നേരത്തെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിലായിരുന്നു ഈ ഒരു സമയത്തും. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ ആൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യം ചെയ്തിരുന്നത് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പീഡിയാട്രീഷ്യൻസ് ഒക്കെ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 2 ഇയേഴ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളും ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിമാൻഡ് ഫീഡിങ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കുന്ന സോളിഡ് ഫുഡ്സിൻ്റെ അളവും അതുപോലെ തന്നെ സോളിഡ് ഫുഡ്സ് കൊടുക്കുന്ന ഫ്രീക്വൻസിയും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ കുടിക്കുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറയും. പക്ഷെ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല, കണ്ടിന്യൂ ചെയ്തിരുന്നു ഈ ഒരു പീരിയഡിലും. എന്നിട്ട് ഏതാണ്ട് ഒരു 8-8:30 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് മാത്രമല്ല ഈ ഒരു 1 ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടത് എന്നാണ് പീഡിയാട്രീഷ്യൻസ് ഒക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് മോൾക്കും കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാൽ പല കുട്ടികളും ഈ ഒരു ഫുഡ് ട്രാൻസിഷൻ വരാനായിട്ട് അല്പം സമയമെടുക്കും. ഞങ്ങളുടെ മോൾക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല. ആദ്യം തന്നെ ചില ഭക്ഷണങ്ങൾ ആൾക്ക് ഇഷ്ടമായിരുന്നു. അതായത് ദോശ വലിയ ഇഷ്ടമായിരുന്നു, ഇഡ്ഡലി ഇഷ്ടമല്ല, അപ്പം ഇഷ്ടമല്ല, പക്ഷെ പുട്ട് ഇഷ്ടമാണ്, ഉപ്പുമാവ് ഇഷ്ടമാണ്. അങ്ങനെ ചില ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല. ആ ഒരു രീതി എനിക്കൊന്ന് മിക്ക കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ മോൾക്ക് അതുതന്നെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെയല്ല ഇപ്പം നമ്മൾ അപ്പം അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. പക്ഷേ പലപ്പോഴും അത് ഒട്ടും തന്നെ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേഗം ഒരു കുറുക്കുണ്ടാക്കിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് സീസൺ ആവുന്ന സമയത്ത് ഫ്രഷ് ഗ്രീൻ പീസാണിത്. ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ബീൻസ് വേണമെങ്കിലും എടുക്കാം. അതും കൂടി ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച ശേഷം ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി അത്യാവശ്യത്തിന് ഇത് വേവാനായിട്ട് വേണ്ട വെള്ളം അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വറുത്ത ജീരകം പൊടിച്ച പൊടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട, അത് തികച്ചും ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു ഫ്ലേവറിങ് ഇൻഗ്രീഡിയൻ്റ് ആണിത്. മാത്രമല്ല വയറിനുമൊക്കെ നല്ലതാണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവില്ല. അപ്പോൾ അവർ ടോട്ടലി കഴിക്കാതാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഞാനൊരു മാഷർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്യുന്നുണ്ട്. ഈ മാഷ് ചെയ്യുന്നതും കുട്ടികൾ ചവച്ച് തുടങ്ങുന്ന ആ ഒരു ശീലം, അതായത് അവർ നന്നായിട്ട് ഫുഡ് ചവച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ മാഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതും കുട്ടികളുടെ ആ ഒരു ചവയ്ക്കുന്ന ശീലം വളരുന്നതനുസരിച്ച് നമ്മൾ ഈ മാഷ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ നെയ്യാണ്. ഇതൊരു 1/4 ടീസ്പൂൺ തൊട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ നെയ്യ് ഉപയോഗിക്കുന്ന പല എപ്പിസോഡ്സിലും പലരും എന്നോട് ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള നെയ്യാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹാൻഡ് ചേൺ ദേസി കൗ ഗീ ആണ്. അതായത് കൈ കൊണ്ട് കടഞ്ഞെടുത്ത നാടൻ പശുവിൻ്റെ നെയ്യ്. ഇതാണ് ഏറ്റവും നല്ലത്. ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 1 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 11 മണി സമയമാകുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് സ്നാക്ക് കൊടുത്തിരുന്നു. ഈ സമയത്ത് സ്നാക്സ് ആയിട്ട് മെയിനായിട്ട് കൊടുത്തിരുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം സീസണലായിട്ട് ആ സമയത്തുണ്ടാവുന്ന ഫ്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലൊരു ഫോർക്കും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതൊരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഫോർക്ക് ഉപയോഗിച്ച് ആൾ പ്രസ് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അതിന് മുൻപ് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കൊടുക്കുന്നത് തന്നെ കൈ കൊണ്ടെടുത്ത് ആളെ ചവച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ രണ്ടും ചെയ്യുന്നത് നമ്മൾ കുട്ടികൾ ചവയ്ക്കുന്ന ശീലം അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ചോക്കിങ് ഒരിക്കലും വരാനായിട്ട് പാടില്ല. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ചവച്ച് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് മാഷ് ചെയ്തിട്ട് സ്പൂൺ വെച്ച് തന്നെ എടുത്തു കൊടുക്കുക. പിന്നെയുള്ളത് ഫ്രൂട്ട്സ് അല്ല കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് പലതരത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസായിട്ട് മെയിനായിട്ട് കൊടുത്തിരുന്നത് ഇതുപോലത്തെ സിട്രസ് ഫ്രൂട്ട്സൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഫൈബറോട് കൂടി കഴിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ മോളെ എൻകറേജ് ചെയ്തിട്ടുള്ളത്. മാംഗോ ആണെങ്കിലും അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് കഴിക്കാനാണ് ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്തിട്ടുള്ളത്. മാംഗോ സീസണൊക്കെ ആണെങ്കിൽ മാംഗോ ലസ്സിയൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് ഇതൊക്കെ കൊടുത്തിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഭക്ഷണമാണ് ആദ്യത്തെ 11 മണി സ്നാക്കായിട്ട് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1-1:30 ആകുമ്പോഴാണ് ലഞ്ച് കൊടുത്തിരുന്നത്. ലഞ്ചിന് ഞങ്ങൾ വീട്ടിൽ സാധാരണ മട്ടയരി ആണ് ചോറുണ്ടാക്കാറുള്ളത്. അതും കറികളും നമ്മൾ സാധാരണ കേരള സ്റ്റൈലിലുള്ളൊരു ലഞ്ചാണ് സ്ഥിരം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രായത്തിലെ ആൾക്ക് ഈ ഒരു മട്ടയരി കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊന്നി ബോയിൽഡ് റൈസ് വെച്ചിട്ടുള്ള റൈസ് റെസിപ്പീസ് നമ്മൾ അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ റെസിപ്പീസാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചപ്പാത്തീസും പറാഠാസുമാണ്. ചപ്പാത്തി ആദ്യം കൊടുത്തപ്പോഴത്തേക്കും മോൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഭക്ഷണമായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ചെറിയ പീസാക്കി കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ കൈ കൊണ്ടെടുത്ത് വായിലോട്ട് വെച്ച് ആൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കറികളധികം അങ്ങനെ തൊട്ട് കഴിക്കാനുള്ള ശീലം വന്നിട്ടില്ലായിരുന്നു. മാത്രമല്ല അത് അധികം വേണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോഴാണ് ഞാൻ പറാഠാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. പറാഠാസ് പലതരത്തിലുള്ള പറാഠാസും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ആൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ഇൻടേക്കും നടക്കും, തന്നെ കഴിക്കാനുള്ള ശീലവും വളരും, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും അകത്തു പോകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മട്ടേരി അത്ര താല്പര്യമുള്ളൊരു ഭക്ഷണമല്ലായിരുന്നു. എന്നാലും കുട്ടികളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാറി വരാറുണ്ട്. അതായത് പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ പിന്നെ കഴിക്കില്ല, പണ്ട് കഴിക്കാത്ത ഭക്ഷണങ്ങൾ പിന്നെ കഴിച്ചു തുടങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മട്ടയരിയുടെ ചോറും കറികളും ഒക്കെ കൊടുത്തു നോക്കാറുണ്ടായിരുന്നു, ആ ഒരു ടേസ്റ്റ് മാറി തുടങ്ങിയോ എന്ന് അറിയാനായിട്ട്. പിന്നെ ഒരു 1.25 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പം മട്ടയരിയുടെ ചോറും അതുപോലെ തന്നെ പരിപ്പ്, നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതും പപ്പടവും ചോറും ഒക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടമായിട്ട് ഏതാണ്ട് ഒരു 1.25 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് മോളുടെ 2nd ബർത്ത്ഡേക്ക് ലഞ്ചിന് നമ്മളൊരു ചെറിയ സദ്യ ഉണ്ടാക്കിയപ്പോൾ ആൾ തന്നെ ചോറും പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആദ്യം തൊട്ട് തന്നെ ഏതാണ്ട് 1 വയസ്സൊക്കെ തൊട്ട് തന്നെ ഇതുപോലത്തെ ഫിംഗർ ഫുഡ്സൊക്കെ തന്നെ എടുത്ത് കഴിക്കാനൊന്ന് എൻകറേജ് ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു തന്നെ എടുത്ത് കഴിക്കുന്ന ശീലം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ശീലം വളർത്തിയെടുക്കാനായിട്ട് ഇതുപോലത്തെ ചപ്പാത്തീസും പറാഠാസും ഒക്കെ ചവച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞ് പീസാക്കി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എടുത്ത് കഴിച്ചു തുടങ്ങും. അത് പറാഠാസ് മാത്രമല്ല, ഫിംഗർ ഫുഡ്സ് ഏത് ഫിംഗർ ഫുഡ്സും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഊണ് കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് നാപ്പുണ്ട്, അതായത് ഉറക്കമുണ്ട്. അപ്പോൾ അതിന് മുൻപ് ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചാണ് ഉറങ്ങിയിരുന്നത്. ആ ഒരു നാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2 hours 1.5-2 മണിക്കൂർ ഉറങ്ങും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ആണ് അടുത്ത സ്നാക്ക് കഴിക്കുന്നത്. അപ്പോൾ സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സ്നാക്ക് തന്നെയാണ്. മിക്കവാറും കൊടുത്തിരുന്നത് മുട്ടയാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാണ് ഞങ്ങൾ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് സ്ക്രാമ്പിളും ഓംലെറ്റും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ മെയിനായിട്ട് സ്നാക്കായിട്ട് കൊടുത്തിരുന്ന മുട്ടയാണ്. കാരണം മുട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് സ്ക്രാമ്പിളായിട്ട് ഓംലെറ്റൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമായിട്ട് തന്നെ കഴിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് പീസാക്കുകയാണെങ്കിൽ തന്നെ എടുത്ത് കഴിക്കാനും ഇഷ്ടമായിരുന്ന ഭക്ഷണമാണ്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും മിക്കവാറും മുട്ട കൊടുത്തിരുന്നു, അല്ലെങ്കിൽ പാൻ കേക്ക്സ് കൊടുത്തിരുന്നു. അപ്പോൾ പാൻ കേക്ക്സ് അല്ലെങ്കിൽ ഈ മുട്ടയുടെ റെസിപ്പീസാണ് മെയിനായിട്ട് ആൾ സ്നാക്സായിട്ട് കഴിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കേക്ക്സ് വീട്ടിലുണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് വീട്ടിലുണ്ടാക്കാറുണ്ട്. അതൊക്കെ സ്നാക്സ് ഐറ്റമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഇലയപ്പം അല്ലെങ്കിൽ ഒറട്ടി അങ്ങനത്തെ കുറേ സ്നാക്സും നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെയും പലതിൻ്റെയും റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക.
പിന്നെ വളരെ ഇഷ്ടമുള്ളായിരുന്ന ഒരു സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരിയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള പഴംപൊരി കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്തായാലും നമുക്ക് ചെയ്യാം. ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഉടനെ തന്നെ ചെയ്യാം. കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഡിന്നർ കഴിച്ചിരുന്നു. ഡിന്നറിന് മെയിനായിട്ട് നമ്മൾ ഒരു ഹെൽത്ത് മിക്സിൻ്റെ കുറുക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. ഈ ഒരു ഹെൽത്ത് മിക്സ് എങ്ങനെയാണ് വീട്ടിൽ പൊടിക്കേണ്ടതെന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, കണ്ടു നോക്കാം. 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ ഹെൽത്ത് മിക്സ് പൗഡർ എടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ തിളപ്പിക്കുമായിരുന്നു. മിക്സ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ടതായിട്ട്. മധുരത്തിനായിട്ട് ചേർക്കുന്നത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടിയോ പനങ്കർക്കണ്ടോ ശർക്കരയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വൈറ്റ് ഷുഗർ കൊടുത്തു തുടങ്ങാമെങ്കിലും നമ്മൾ മെയിനായിട്ട് ഇതുപോലത്തെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഈ ഒരു പാം ഷുഗർ അല്ലെങ്കിൽ പാം ജാഗറി ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് മധുരത്തിനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ 1 വയസ്സ് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്തിരുന്നത് ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും കുറച്ച് പശുവിൻ പാലും കൂടി ചേർത്തിരുന്നു. അപ്പോൾ ഈ ഒരു കുറുക്കാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് തന്നെ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കുറുക്ക്, നുറുക്ക് ഗോതമ്പ്, റവ അല്ലെങ്കിൽ ഓട്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കുറുക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെയും പല റെസിപ്പീസും നമ്മൾ ഓൾറെഡി ചാനലിലുണ്ട്. അന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കുറുക്ക് തന്നെയാണ് രാത്രിയും കൊടുത്തിരുന്നത്. അത് 2 വയസ്സ് വരെ അത് തന്നെയാണ് കൊടുത്തിരുന്നത്. കാരണം അതായിരുന്നു മോൾക്ക് കഴിക്കാനായിട്ട് താല്പര്യം. ഈ ഒരു സമയത്ത് നമുക്ക് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിന് നമുക്ക് കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ മോൾക്ക് അതിനേക്കാളും രാത്രി ഇങ്ങനത്തെ കുറുക്കുകൾ കഴിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ഏതാണ്ട് 2 വയസ്സ് വരെ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരിക്കലും കുട്ടികളെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യിക്കാതിരിക്കുക. ഒന്നാമത് അവർക്ക് വിശപ്പില്ലാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടം അല്ലാത്ത ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ആ ഒരു നല്ലൊരു ഫുഡ് റൂട്ടീൻ ഉണ്ടാവാനായിട്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിട്ടാണ് ഉറങ്ങിയിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.